മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ചുള്ള ഹർജി മൂന്നംഗ ബെഞ്ചിനു വിട്ട ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നും പുനർവിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സെപ്റ്റംബർ 24-ന് ഹൈക്കോടതി വാദം കേൾക്കും. ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് AS മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒന്നാം പിണറായി സർക്കാരിലെ 17 മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും എതിർകക്ഷികളാക്കി ലോകായുക്തയിലെ പരാതിക്കാരനായ RS ശശികുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ജനുവരി 8-നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 17 മുൻ മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ മന്ത്രിമാരായിരുന്ന മാത്യു ടി തോമസ്, കെ രാജു, TP രാമകൃഷ്ണൻ, ഇപ്പോഴത്തെ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. തുടർന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവർ 4 പേരും നോട്ടീസ് കൈപ്പറ്റിയതായി കണക്കാക്കി വാദം കേൾക്കാൻ ഇന്നലെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. NCP നേതാവായിരുന്ന അന്തരിച്ച ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷവും അന്തരിച്ച ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് 8.5 ലക്ഷവും CPM സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചതായിരുന്നു പരാതിക്കാധാരം. ഹർജിക്കാരനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി. ഇതിനിടെ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ സംഭാവന 100 കോടി കടന്നു. ആകെ സംഭാവനയായി നിലവിൽ 110.55 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇന്നലെ മാത്രം ഓൺലൈനായി 55.5 ലക്ഷം രൂപയാണ് ലഭിച്ചത്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടിയ ജൂലൈ 30-നാണ് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ വീണ്ടും അഭ്യർത്ഥന വന്നിരുന്നത്.